ഹായ്, ഈ വീഡിയോ മിസ് ചെയ്യാൻ പാടില്ലല്ലോ? ഇല്ല, ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ജംഷീർ ഉണ്ട്, പ്രിയപ്പെട്ട റൌഫ് ഉണ്ട്, എൻ്റെ സുഹൃത്താണ്. പിന്നെ ഞാൻ ഈ വാരിയർ ഫൗണ്ടേഷൻ ഇവിടുത്തെ ഈ കുറച്ച് കോഴ്സിന്റെ കാര്യം ചെയ്തിരുന്നു. എത്ര അഡ്മിഷൻ അല്ലേ, ഒരുപാട് അഡ്മിഷൻ ആയി, കുറെ കുട്ടികൾ പ്ലേസ്മെന്റ് ആയി, പ്ലേസ്ഡ് ആയി. ഓക്കെ, ഹാപ്പി. അപ്പൊ രണ്ടാമതൊരു വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ മാധവൻ സാറ് പറഞ്ഞിട്ടാണ്, മാധവേട്ടൻ ഇവിടെ ഇല്ല, ഇദ്ദേഹമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. മാധവ് വാര്യർ സാർ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആളാണ്. ഇപ്പോൾ ഉള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആവശ്യമുള്ള ആൾ പെട്ടെന്ന് അപേക്ഷിക്കുക, എങ്കിലേ സീറ്റ് ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ടു, ഒരുപാട് പേര് അപേക്ഷിച്ചു, ഒരുപാട് പേര് പുറത്തായി, അഡ്മിഷൻ കിട്ടിയില്ല അല്ലേ? അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അവർക്കുള്ളതാണിത്. ലോജിസ്റ്റിക് ആണ് കോഴ്സ് അല്ലേ? ജംഷീർ ഒന്ന് പറയാം, എന്താ സംഭവം? അതായത് ഇപ്പോ ഫൈസൽ സാറിന്റെ തന്നെ ഒരു വീഡിയോ നന്നായിട്ട് വൈറലാവുകയും നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ടുള്ള DDU-GKY പദ്ധതി നമുക്ക് നന്നായിട്ട് അത് കുട്ടികളുടെ എൻക്വയറി വരികയും ഇപ്പൊ 7 ബാച്ച് റണ്ണിങ് ആണ്. 7 ബാച്ച് റണ്ണിങ് ആണ്. ഇപ്പോൾ അതിൽ പകുതി കുട്ടികൾ ട്രെയിനിങ്ങിന് പുറത്തു പോയി, ഇപ്പോൾ ഇവിടെ 4 ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മുടെ, പക്ഷേ കോഴ്സ് കഴിഞ്ഞു. പക്ഷെ നമുക്ക് ആകെ 210 പേരെ എടുക്കാൻ പറ്റുള്ളൂ. അത് ഗവൺമെന്റിന്റെ കുറേ റൂൾസ് റെഗുലേഷൻസ്, അതുപോലെ റിസർവേഷൻ കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ വെച്ചാൽ കുറേ ആളുകൾ പുറത്തായി. നമുക്ക് 210 സീറ്റിന് വേണ്ടിയിട്ട് ഏകദേശം 5000 അപ്ലിക്കേഷൻസ് വന്നു. അപ്പോൾ അത്ര ആളുകൾ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ എൻക്വയറി വരുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള ഒരു പരിമിതി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടൊരു സ്കോളർഷിപ്പ് പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ പദ്ധതി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ സക്സസ് ആയി. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ പദ്ധതിയിൽ കൊടുക്കുന്ന അതേ കോഴ്സ് നമ്മൾ ലോജിസ്റ്റിക്സിലെ വെയർ ഹൗസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ 6 മാസം ഡ്യൂറേഷനുള്ള കോഴ്സ് അത് നമ്മൾ ചെയ്യാണ്. അതായത് ഒരു സ്കോളർഷിപ്പ് പദ്ധതിയായിട്ട് പുറത്ത് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിന്റെ 4/1 ചെലവിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവ് മാത്രം എടുക്കുക. കുട്ടികൾക്ക് ഇത് റൺ ചെയ്യാൻ നമുക്ക് എത്ര ചെലവ് വരുന്നോ അത് മാത്രം കുട്ടികളിൽ നിന്ന് വാങ്ങിയിട്ട് 6 മാസം കോഴ്സ്, താമസം, ഭക്ഷണം, അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ്, സർട്ടിഫിക്കേഷൻ, എക്സാമും എല്ലാം ചേർത്ത് അതെ ഈ ചെറിയ ഫീസിനകത്ത് എല്ലാം ഉൾപ്പെടും. ഒരു സ്ഥാപനം താമസം ഭക്ഷണം കൊടുത്ത് കുട്ടികളെ ഇതേപോലെ ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ താമസം, ഭക്ഷണം, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സ്ഥാപനമല്ല, ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, സന്നദ്ധ സ്ഥാപനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എത്രയാണോ ചെലവ് വരുന്നത് ആ ചെലവ് മാത്രം കുട്ടികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കുട്ടികളെ എടുത്ത് പഠിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് പാലിക്കാൻ പറ്റണം. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിനകത്ത് തന്നെ പെയ്ഡ് കോഴ്സ് നമ്മൾ നടത്തി, ഇതേ കോഴ്സ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ 500ഓളം കുട്ടികൾ പഠിച്ചിറങ്ങി, അവർക്കൊക്കെ നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റിയ. പക്ഷേ നമ്മൾ 100% പ്ലേസ്മെന്റ് നമ്മൾ ഒരിക്കലും പറയാറില്ല. എന്നാലും ഒരു 90-95% കുട്ടികളും എന്ത് ചെയ്തു, പ്ലേസ്ഡ് ആയി. അവരിപ്പോൾ നന്നായിട്ട് ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈ, കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ കൊടുക്കുന്നത്, വെയർ ഹൗസുകൾ കേന്ദ്രീകരിച്ച്. അതിൽ DHL, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മഹീന്ദ്ര ഒക്കെ തുടങ്ങിയിട്ടുള്ള വിവിധ കമ്പനികളാണുള്ളത്. ആയിട്ടുള്ള ഫ്ലൈ ജാക്ക് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പ്ലേസ്മെന്റ് കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ടാണ് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 2 ബാച്ച് കുട്ടികളെ മാത്രമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 70-80. എന്താണ് മിനിമം യോഗ്യത? പ്ലസ് ടു ഉള്ള കുട്ടികൾ, ഏത് പ്ലസ് ടു ഉള്ള കുട്ടികൾ എവിടെ നിന്നും നമുക്ക് എടുക്കാം. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന്. ഈ മനോഹരമായ ക്യാമ്പസിൽ ഇവിടുത്തെ ലാബ് സൗകര്യങ്ങളും ഇവിടുത്തെ അക്കോമഡേഷനും ഫുഡും ഉപയോഗിച്ചിട്ട് ചുരുങ്ങിയ ചാർജിൽ ഇവർ പഠിക്കട്ടെ, അവർ ജോലിയിൽ പെട്ടെന്ന് എത്തട്ടെ. എത്രയല്ലേ ഉദ്ദേശിക്കുന്നത്? നമ്പർ നമുക്ക് കൊടുത്ത് പറയാൻ പറ്റുമോ? നമ്പർ 81 29 245 569. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. കൊടുക്കുന്നുണ്ട്. അതിൽ വിളിക്കുക, ആദ്യം വിളിക്കുന്ന ഇത്രയും കുട്ടികളെ ആദ്യം വിളിക്കുന്ന ആൾക്ക് ആദ്യം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ സ്കോളർഷിപ്പിൽ ഒരുപാട് കുട്ടികൾ പഠിക്കട്ടെ. അപ്പോൾ വേഗം അപേക്ഷിച്ചോളൂ. +2 ആണ് യോഗ്യത. ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്. പിന്നെ മാധവ് വാര്യരുടെ ഫൗണ്ടേഷൻ ആകുമ്പോൾ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും പഠിച്ചിറങ്ങാൻ പറ്റും. ഒപ്പം തന്നെ അവരുടെ കണക്ഷൻ ഉണ്ടല്ലോ, മാധവ് വാര്യരുടെ പിന്നെ മാധവേട്ടൻ്റെ ആ കണക്ഷൻ അല്ലേ, ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരുപാട് സംവിധാനങ്ങൾ, പ്ലേസ്മെൻറ്റിനൊക്കെ സപ്പോർട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ മേൽപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അഡ്മിഷൻ എടുക്കാവുന്നതാണ്.